ഇവിടെ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ സ്വലാത്തിൽ ഇങ്ങനെല്ലാം പവർ ഉണ്ടെങ്കിലും ആ നിയത്തെല്ലാം വെച്ചിട്ട് ചൊല്ല എങ്കിലും പക്ഷേ പെർഫെക്ഷൻ എന്തിനും ചോദിച്ചെങ്കിൽ ഒരു നിയത്തും വെക്കാണ്ട് സ്വലാത്ത് അങ്ങ് ചെല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം കിട്ടണോ എன்ற ഉദ്ദേശം. അപ്പോഴാണ് ആ സ്വലാത്ത് പെർഫെക്റ്റ് ആവും. അത് ഏത് അമലായെങ്കിലും ഒരു നിയത്തും നക്കില്ല. എൻ്റെ അള്ളാഹുവിനായിട്ട് ഞാൻ സമർപ്പിച്ചുകൊണ്ടുള്ളത്, എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചെല്ലണമെന്നാണ് ഖുർആൻ ചെന്നത്. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിങ്ങൾ സ്വലാത്ത് ചെല്ലൂ, സലാം ചെല്ലൂ. അവിടെ കടതീരവും ചെന്നിട്ടില്ല, സമ്പത്ത് കൂടവും ചെന്നിട്ടില്ല, അതെല്ലാം എക്സ്ട്രാ ആണ്, അത് കൂടും. പക്ഷേ എൻ്റെ നിയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃപ്തിപ്പെടുത്തുമോ, മഹബത്ത് കിട്ടുമോ, അങ്ങനെ ഒന്ന് ചെന്ന് നോക്കുക. ഇത് ചെല്ലുമ്പോൾ ബാക്കിയുള്ളതല്ല ഓട്ടോമാറ്റിക് ഇട്ട് വെറും ലാഭത്തെ ബാക്കിൽ പോകണമെന്ന് തീരാ. അത് എക്സ്ട്രാ ഞാൻ തോന്നുന്നത്. അങ്ങനെ ഒരാൾ പോണ്ടാണ്ടായി അവിടെ ആക്ഷേപിക്കൊന്നുമില്ല. സമ്പത്ത് കൂടെ വിജയിപ്പം ഞാൻ തോന്നുന്നത് സമ്പത്ത് കൂടുവാനായിട്ട് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ധാരാളം ചെന്തിന് പേരിക്ക കൂലി കിട്ടൂ, സമ്പത്ത് യാറാവും. ഒരാൾ ഉംറത്ത് പോകുന്നു, എന്ത് ചെയ്യുക? അത് കുറേ ഉദ്ദേശങ്ങളെല്ലാം ഉണ്ട്. മൂല മങ്ങിലാവുന്നു, കച്ചവടത്തിൽ നല്ല ബർക്കത്ത് വിടണു. അതുകൊണ്ട് നല്ല ഇന്റർനാഷണൽ കാര്യാലയമല്ലേ കാബാലയ, അവിടെ പോയിട്ട് ദ്വാർക്കാം, നല്ല വിഷയമേ. അങ്ങനെ ദ്വാർന്നെങ്കിൽ കച്ചവടത്തിൽ അഭിവൃദ്ധിയാവും, മൂല മങ്ങിലാവും. പക്ഷെ പഠിച്ചോം കിട്ടാല, അള്ളാഹു കിട്ടാല. കാരണം ലക്ഷ്യം വേറെ, നിയത്ത് വേറെ. ഇത് കിട്ടുക, ഇത് കിട്ടൂ, അത് കിട്ടാല. കടം വീടുവിനായിട്ട് സ്വലാത്ത് കട വീടുക, പക്ഷെ ആര് കിട്ടാല? സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കിട്ടാൻ. അപ്പൊ നമുക്ക് വേണായത് ഏറ്റവും വലുതാണ്. ആ മഹബത്ത് കിട്ടണു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃപ്തി കിട്ടണു, അതുക്ക് വേണായിട്ട് പണിയെടുക്കണു. അതുക്കാണ് സ്വലാത്ത്. അപ്പൊ സ്വലാത്ത് ഞാൻ എന്ത് ചൊല്ലാൻ കേട്ടെങ്കിൽ അതിൽ മഹബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അള്ളാഹുടെയും തൃപ്തിപ്പെടുത്തുവാനായിട്ടുള്ള സ്വലാത്ത്. അങ്ങനെ ഒരു ഖാലിസായ വേറൊന്നും കൂടാണ്ടുള്ള സ്വലാത്താവുമ്പോൾ അത് പെർഫെക്റ്റായ സ്വലാത്താവുള്ളൂ. அதுக்கு ഏറ്റവും വലിയ പവർ കിട്ടു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ട്. വെറും ലാഭത്തെ ബാക്കിൽ പോകുകയാണ്. ഒരാൾ അയാൾ ദിക്റും ചെല്ലില്ല, സ്വലാത്ത് ചെല്ലില്ല, ഒരാൾ ഫോണാക്കിയിട്ട് അപ്പൊ എന്തിനാ ചെന്ന് ഇപ്പൊ ഫുള്ള് ഓത്തേൻ എന്ത് ചെന്ന് അവനൊരു ടെൻഷനിലുള്ള വലിയ ടെൻഷൻ ബേജാറിലുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഓത്ത് മുസാഫ് കൈയുടെ കീഴിൽ വെക്കടയില്ല. അപ്പൊ ഇതെന്ത് കൂലി കിട്ടാൻ കേട്ടും കൂലി കിട്ടും. പക്ഷെ ഇതെന്തെങ്കിലും ചെന്ന് അവന്റെ ലാഭത്തുക ടെൻഷനായിട്ട് ബേജാറായിട്ട്. അപ്പൊ ബേജാറാവുമ്പോ ഈ ഒരു വാരത്തിൽ പിന്നെ മുസാഫ് കീഴിൽ വെക്കില്ല, ഓത്തോടെ ഓത്തു, സ്വലാത്തോടെ സ്വലാത്ത്. പിന്നെ തല ചൊല്ലിയെ കൊണ്ട് എന്ത് ആവില്ല, സ്വലാത്ത് ചൊന്നോട്ടേ ഉള്ള എന്ത് ആവില്ല, അത്ര സ്വലാപത്ത് എന്തോ ആവില്ല, എന്നെ നീയത്ത് മാറിപ്പോയി. അപ്പൊ ഈ ചൊല്ലതെല്ലാം ആക്കുമ്പോ എന്തായിത്തും ചൊന്നെങ്കിൽ നീയത്തങ്ങ് ചേഞ്ച് ആയിട്ട് ഇനി ഞാൻ ചെന്ന് അവന്റെ ലാഭ കിട്ടി തിൻപിയായിരിക്കാം. കിട്ടിയെങ്കിൽ പിന്നെ അവൻ മുസാഫില്ല, പിന്നെ അവൻ സ്വലാത്തുകളുടെ വിഷയത്തേക്കില്ല, അവന്റെ അത് തിന്തല്ലേ കിട്ടിത്തല്ലേ, അങ്ങനെ ആവും തീറ. വെറും ലാഭത്തിന് മേനായിട്ട് പണിയെടുക്കുന്ന ആളാവും തീറ. മൂമിനായ ആളെന്ന് ചൊന്നെങ്കിൽ അവൻ കൂലിപ്പണിക്കാരനല്ല, അവൻ പെർഫെക്റ്റ് ആളാവണം, അവൻ യജമാനനാവണം. മൂമിൻ അങ്ങനെയാണ്. അപ്പൊ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് കൂടാണ്ടല്ല ഏത് അമലിന്റെ കൂടെയും ഞങ്ങൾ മനസ്സിൽ വെക്കുന്ന എനിക്കൊരു വിഷയ അല്ല, അമലുലില്ലാഹ് പഠിച്ചോനുവേനായിട്ട് മാത്രം ഞാൻ അമലാക്കടെ. അതിൽ വേറെന്തും ഞാൻ നീയത്താക്കാണ്ടിരിക്കുമ്പോ ഓട്ടോമാറ്റിക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തണ്ട. അള്ളാഹു ഞങ്ങളുടെ ആവശ്യങ്ങളെ പൂർത്തിയാക്കി തരുമാറാവട്ടെ. ഇഖ്ലാസോടെ പണിയെടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതെന്ത് ഞാൻ ചൊന്നെങ്കിൽ ഈ ഇഖ്ലാസും ചൊല്ലത് പലപ്പോഴും ഇന്നത്തെ ലോകത്ത് ഞങ്ങളെ മുട്ടത്തെല്ലാം ഇങ്ങനെ ദൂരാവും. കാരണം അള്ളാഹുടൊട്ടിയെ വേറൊന്നൊരു നീയത്തും കൂടി നമുക്ക് വരുമ്പോ അതൊക്കെ ശിർക്ക് ചൊല്ലേ. ഞാൻ പാർട്ട്ണറാക്കിയ പിന്നൊരാളെ കൂറാക്കിയ അങ്ങനെ ആവുമ്പോ ആ അമലിന്റെ ബലത്തിൽ കുറടിയാവും, ലോ ആവും തീറ. ഏറ്റവും മുന്തിയ അവസ്ഥയിൽ അത് നിൽക്കണുണ്ടായെങ്കിൽ അള്ളാഹു അല്ലാത്ത അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത വേറെ നീയത്തില്ല. ഇതിൽ പണിയുള്ളെങ്കിട്ട വിഷയമാണ്. എനിക്ക് നല്ല ഹൊറാട്ടാവും, നല്ല ജിഹാദാവും, അത്ര സുലാഭത്താവില്ലേ. വേറെ നീയത്ത് വന്നെങ്കിൽ പോയിക്ക് ഞാൻ ഇന്നലെ ചെന്നല്ലേ യുദ്ധാക്കിയെത്ത യോദ്ധാവും നാളെ ആഖിറത്തിൽ പടച്ചോന്റെ മുട്ട വരുമ്പോ അയാൾ ചൊല്ലു നിന്ദിക്കുവാനായിട്ട് ഞാൻ ജിഹാദാക്കില്ലേ, നിന്റെ ശരീരത്ത് ആപത്ത് വരുത്തിയില്ലേ, നക്ക് സെർവയില്ലേ. അള്ളാഹു ചൊല്ല നീ ചൊന്നതല്ല കറക്റ്റ്, ജിഹാദല്ല ആക്കില്ല നീ. പക്ഷെ അതെന്തെങ്കിലും ചൊന്നെങ്കിൽ നിന്റെ ಬಗ್ಗೆ ഒരു യോദ്ധാവുണ്ട് എല്ലാവരും ചൊല്ലണോ, അതുക്ക് വേനായിട്ടാണ് ആക്കിയത്. അത് ചൊന്നിട്ടായിട്ടവിടെ അതുകൊണ്ടുകൂടെ പറഞ്ഞ എത്ര വലിയ വിഷയം. ജിഹാദ് ചൊന്നെങ്കിൽ അത്ര വലിയ പവറുള്ള ഒരു അമലാണ്. അള്ളാഹുടെ വഴിയിൽ യുദ്ധാക്കട്ടെ, ബദർ യുദ്ധമാക്കിയ പോലെ, ഉഹദ് യുദ്ധമാക്കിയ പോലെ, അങ്ങനെ ആ ആൾമാർക്ക് എത്ര വലിയ പവറാണ്. അപ്പൊ ഇയാൾ ഇത്രയും വലിയ അമലാക്കി അവിടേക്ക് പോകുമ്പോഴും അള്ളാഹു ചൊല്ലെ അത് ആൾമാർ ചൊല്ലണം ചൊന്നിട്ട് നീനാക്കിയത് അത് അവിടെ തീർന്നത് ഇവിടെ ഇല്ല. അയാളാകെ ടെൻഷനായി.
പിന്നെ വേണ്ടത് ഒരു ആലിമാണ്. എല്ലാവർക്കും ഇത് ബാധക്കാണ്. ഒരു ആലിമാണ് വേണ്ട. അയാൾ എത്രയോ പണിയാക്കിയത്, എത്രയോ ഹിദ്മത്താക്കിയത്, എല്ലാം ആക്കിയത്. അയാൾ അള്ളാഹുവിന്റെ മുന്നിൽ ചൊല്ലി സഹിഹായ ഹദീസിലുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യനാളുടെ രംഗത്തെ വകയാണ് വിശദീകരിക്കും. അയാൾ വന്നിട്ട് ചൊല്ലു, അള്ളാഹ് ഞാൻ ഇങ്ങനെ ഇൽമ കൊണ്ട് എത്ര ഹിദ്മത്താക്കിയില്ലേ, അതെല്ലാം ആക്കിയില്ലേ, നിന്റെ ബച്ചാവാക്കില്ലേ, ശരി നീ അതെല്ലാം ആക്കിയത് എന്നീ കൊണ്ടുണ്ടാ. ഇയാളൊരു വലിയ ആലിമുൻ ചൊല്ലണോന്ന് ചൊന്നിട്ടാണ് നീ അവിടെ ആക്കിയത്. നീയത്ത് പഠിച്ചോണ്ടല്ലേ കൊണ്ടാവൂലെ. ആരെ നീയത്തും ഞങ്ങൾ കൊണ്ടാവില്ല, നന്റെ നീ കൊണ്ടാവില്ല, നിങ്ങളെ ഞങ്ങൾക്ക് കൊണ്ടാവില്ല. നല്ല നീയത്തുണ്ടാക്കും. അപ്പൊ ഇയാൾ അങ്ങനെയാണ്. അതുകൊണ്ട് അതവിടെ ചൊന്നിട്ടായിരുന്നു. നീ മരിച്ചപ്പോ നിങ്ങളെ അനുസ്മരണ വേദിക്കൽ എല്ലാവരും പഞ്ചെന്തറാറ്. അതുകൊണ്ട് കൂടെ നിങ്ങൾക്കില്ല ആലിമുടെ അള്ളാഹു റിട്ടേൺ കടത്തറ പോയിട്ട്. പിന്നെ വേണ്ടത് വലിയ ധർമ്മിഷ്ഠനാണ്, ഭയങ്കര കൊടുത്തെനിക്കെത്ത ആള്, പൈസ കൊണ്ടു ഇടീ ആൾമാർക്ക് സ്വതക്ക കൊടുത്തെനിക്കെത്ത ഒരാളാണ് പണ്ട്. അയാളും വന്നിട്ട് ചൊല്ലു, അള്ളാഹ് ഞാൻ നിന്റെ ദീനുവിനായിട്ട് എത്ര കൊടുത്തേ, പള്ളി കൊടുത്ത അവിടെ എല്ലാം കൊടുത്തേ, ആൾമാർക്കെല്ലാം ചെമ്മ ഹെൽപ്പാക്കിയ. അപ്പോഴും അള്ളാഹു ചൊല്ലാണ്ട. ഇതെല്ലാം ആക്കിയത് കറക്റ്റ്, നിഷേധിക്കില്ല. പക്ഷേ അത് നീ ഒരു ധർമ്മിഷ്ഠനാണ് ചൊല്ലതാണ് നീനാക്കിരോ. നിന്റെ പേര് ബറാത്തപ്പ നീ കർച്ച വന്നിട്ടിന്ത് ബേജാറായിട്ടിന്ത് എങ്കിൽ നീയത്ത് കൊണ്ട് അവിടെ പഠിച്ചോളാം. അതുകൊണ്ട് നിക്ക് കൂടെയില്ല, അതവിടെ കിട്ടിയിട്ടായിട്ട് അള്ളാഹു ചൊല്ലാവില്ല. അങ്ങനത്തെ അവസരത്തോട്ട് അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ട്. ഒരു ബുദ്ധിമാനായ ഒക്കും മുമിന് എങ്കിൽ അവൻ അധ്വാനിക്കണായത് അവിടെ വേനായിട്ട്. ഇവിടെ ആര് ചൊന്നെങ്കും ചൊന്നില്ലെങ്കിൽ കണക്ക് അതിലെന്തും ആവുകയില്ല. നിന്റെ അമൽ അള്ളാഹുടെ മുട്ട സ്വീകരിക്കപ്പെടണോ. ഞാൻ ആക്കിയതെല്ലാം പഠിച്ചോണ്ട് മുന്നിൽ എത്തുമ്പോ അൽഹംദുലില്ലാ അതെന്തും ഫൈലാവാണ്ട് അവിടെ റെഡി കൊണ്ടുണ്ടായെങ്കിൽ ഇതിനായിട്ട് വലിയ സൗഭാഗ്യക്കാരൻ ആരാണ്? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന പോലെ വലിയ വലിയ പർവ്വത കണക്കെ അമലുമായിട്ടാ പോണ്ടേ. ദുനിയാവിൽ 50 വർഷം ജയിച്ചില്ലേ, 100 വർഷം ജയിച്ചില്ലേ, എത്ര അമലിനാണ് ആക്കിയത്. ഇതെല്ലാം എടുത്തോണ്ട് പോകുമ്പോ ഹബാഅം മൻസൂറാണ്. അള്ളാഹു ചൊല്ല അതെന്ത് വേണ്ട, കാണുന്നു കിലോമീറ്റർ കണക്ക് ലോഡുണ്ട്. പക്ഷെ അതെല്ലാം ഇങ്ങനെ ധൂളായി പോയിട്ട് അതെന്തും അല്ല. അപ്പൊ ഞാൻ ഇത്ര ലോഡ് എടുത്ത് ഭയങ്കര ആൾ പടച്ചോന്റെ മുന്നിൽ എത്തു നോക്കുമ്പോ 0 ആയി കൊണ്ടുപോകും. നഅൂദുബില്ല. അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അങ്ങനത്തെ അവസ്ഥ ഒരാൾക്കും ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഏത് അമലാക്കുമ്പോഴും നാനും ഞങ്ങൾ എല്ലാവരും ഭാരി ജാഗ്രത, ബി കെയർഫുൾ. ഏറ്റവും നല്ല കെയർഫുൾ ആയിട്ടാണ് പണിയെടുക്കണായേ. ബുദ്ധിവന്തനാണൊക്ക പടച്ചോന്റെ മുന്നിൽ നക്ക് ബച്ചാവുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ആൽമാരെ പേർക്ക് പ്രശസ്തിക്ക് ഒരാളും പോണുകയെ തീരാം. പൊയ്ത്തുണ്ടായെങ്കിൽ അത് നജസായി പോയിട്ട് അള്ളാഹു ഞങ്ങളൊട്ടിಗೆ ഇഷ്ടമുണ്ടില്ലേ. സുബ്ഹാനല്ലാഹ്. പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാരുടെ സംഭവങ്ങളെല്ലാം അത് വളരെ പ്രശസ്തമാണ്. ഞാനിപ്പത് വിശദീകരിക്കുമ്പോണ്ടില്ല. ചൊന്നു വന്നത് ഞങ്ങൾ ആക്രമിക്കട്ട അമൽ സലാത്താവട്ട്, ദിക്റാവട്ട്, ഇബാദത്താവട്ട്, ഹജ്ജാവട്ട്, ബാക്കി ഏത് കർമ്മങ്ങളും അത് നല്ല പെർഫെക്ഷൻ ആയിട്ട് വേണു. അതിൽ പഠിച്ചോണ്ട് മാത്രം നീയത്ത് വേണു. ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുടെ മോനാണ്, വലിയ മഹാനാണ്. ഹുസൈനി തങ്ങന്മാരെ പരമ്പര പോയിട്ട് അവിടെ എത്ത്. ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അയാൾ വഫാത്തായപ്പ മയ്യിത്ത് കുളിപ്പാട്ടുമ്പോ അയാളെ മുതിര ഭാഗത്ത് കുറെ ഗായമുണ്ട്, ഭയങ്കര ഗായ. എല്ലാവർക്കും ബേജാറായിട്ട് എന്താണ് സംഭവം, ഇത്രയും വലിയ ആലിമാണ്, ഇത്രയും വലിയ സയ്യിദാണ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ട്. അത് ഗൊന്തായില്ല. കുളിപ്പാട്ടിട്ട് എല്ലാം ദഫനാക്കിയ പിന്നെയാണ് ഗൊന്തവിടെ മദീനത്തെ 100 ഔത്തുകു ഇയാൾ റേഷൻ കൊടുത്തോണ്ടിരുന്നാറ്. ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. ഞാൻ ഇതെന്ത് ചൊല്ലിട്ടുണ്ടെങ്കിൽ നാണ് നീങ്ങാ എല്ലാവരും ഇങ്ങനത്തെ കുറെ രഹസ്യമായ അമലുകൾ ആക്കിയിട്ട് വേണു. അത് ചിലപ്പോ നിന്റെ പെഞ്ഞായികേ കൊണ്ടാവണ്ട, വേണ്ട, ഞാൻ ആർക്കാണ് കൊടുക്കൂടെ അവനും കൊണ്ടാവണ്ട, ഞാൻ കൊടുത്തരേൻ. അപ്പൊ ആറ് കൊണ്ടായ്മേ നക്കും നിന്റെ റബ്ബു. ഈ ഒരു പെർഫെക്ഷന് ഞങ്ങൾ പലപ്പോഴും എത്തില്ല. ഞാൻ ചൊല്ല അവിടെ എത്തുന്നു എന്തേ കൊണ്ടുണ്ട. ഇല്ലെങ്കിൽ നിന്റെ അമൽ വെറുതെ കാവുള്ളൂ. അതുകൊണ്ട് നീ തവണയെ സമാക്കുകാവുള്ളൂ. ഞാനൊരു 10 ലക്ഷം പള്ളി കൊടുത്ത ഉദാഹരണം, പള്ളിയിൽ ആരും ചെന്നില്ല, ഉസ്താദ് ദ്വാറുന്നില്ല, ആരും ചെന്നില്ല എങ്കിൽ അവിടെ നക്ക് നന്റെ മേ ടെസ്റ്റ് ആക്ക. നന്റെ മനസ്സിൽ ബേജാർ ബണ്ട, ഞാൻ ഇത്ര കൊടുത്തു നന്റെ അങ്ങ് ക്യാറാ ചൊന്നു ഇങ്ങനെ ബന്ത പൊയ്ത്തവിടെ ഇങ്ങനെ ബന്ത പൊയ്ത്ത് വേസ്റ്റ് ആയിട്ട് ആ 10 ലാക്കടെ നാനും നന്റെ പെഞ്ഞായി മക്ക കൂടിയിട്ട് സുഖിക്കന്ത് ദുനിയാവിലെങ്കിലും ലാഭ കിട്ടത്ത്. ഇതാണ് ഞാൻ പഠിച്ചവർത്തോളം മനസ്സിലാക്കുമ്പോ നക്ക് കൊണ്ടായ വിഷയതാണ്. എന്തുകൊണ്ടും ചൊന്നെങ്കിൽ ഞാൻ ആർഗുവേനായിട്ടാണ് 10 ലാക്ക് കൊടുത്തരെ. പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ കണ്ടിട്ടല്ല, ഉസ്താദിനെ കണ്ടിട്ടല്ല, ആരെ കണ്ടിട്ടുമല്ല. ഞാൻ കൊടുത്തത് എന്റെ റബ്ബുവേനായിട്ടാണ്. ഞാൻ ഒമറുകല്ല പണിയാക്കടേ, ഒമറുടെ റബ്ബു പണിയാക്കടേ ഉണ്ട്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുടെ സൈന്യാധിപ സ്ഥാനത്തെ ക്യാൻസൽ ആക്കിയപ്പോ അയാൾ ചൊന്തല്ലേ നന്റെ നിങ്ങ ഉദ്ദ തന്നാലെങ്കും തന്നില്ലെങ്കും നക്ക് വിഷയമല്ല. എന്തുകൊണ്ട് ചൊന്നെങ്കിൽ
ഞാൻ പണിയെടുക്കുന്ന റബ്ബുക്ക് വേനായിട്ടാണ്. ആ ഒരു ഹന്തത്തിൽ എത്തുമ്പോ ഞാൻ ആക്കിയ പണി വേസ്റ്റ് ആവില്ല. അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു 100 ഔത്തുക്ക് റേഷൻ കൊടുത്തോണ്ടിരുന്നത്. അത് പിന്നെ കൊടുത്തവിടെ എങ്ങനെ പാവപ്പെട്ട ആൾമാരെല്ലാം വരവ് സുറാക്കിയാറ് ജാവു സുബൈ ഞാറാവുമ്പോ ഞങ്ങളെ ഔത്തര ജാലില് അല്ലെങ്കിൽ തിട്ടല് റെഡി റേഷൻ റെഡി കൊണ്ടു ആറ് കൊമ്പണ്ട് എന്തും ഞങ്ങൾക്ക് കൊടുത്തില്ല. ഇപ്പൊ കൊറേ നാളായിട്ട് കണ്ടോണ്ടില്ല. അപ്പൊ മനസ്സിലായിട്ട് ഇത് കൊടുത്തോണ്ടിരുന്നത് ഇതേ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. എത്ര വലിയ ആലിം, എത്ര വലിയ സയ്യിദ്. എല്ലാരും ഉറങ്ങിയപ്പ റേഷൻ സ്വന്തം കുഞ്ചിൽ പുറത്തു പോയിട്ട് പാവപ്പെട്ട ഔത്തര ആൾമാരെ എതിരിൽ വെക്കടേന്ന് ചൊന്നെങ്കിൽ അയാളെ ഈമാൻ എന്തായിട്ടേക്കു, അയാളെ തഖ്വ എന്തായിട്ടേക്കു. അപ്പൊ അങ്ങനത്തെ ഒരു ഇഖ്ലാസ് അയാൾ ഉള്ളത് കൊണ്ട് 1000 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾ അയാളെ പറ്റി ചൊന്നുകൊണ്ടുള്ള തിറമയല്ലേ. മരിച്ചൽ പിന്നെ ആൾമാർ ചെല്ലട്ട് പൊതുവാറ് ദുവാർക്കുവാർ. ഹയാത്ത് കാലത്ത് കൊണ്ടായിട്ട് ഒന്നും കാര്യമില്ല. അങ്ങനെ പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയ എത്ര മഹാന്മാരെ ഇപ്പൊ ഞങ്ങൾ ഓർമ്മയാക്കിക്കൊണ്ടുള്ള എന്തെന്ന് ചൊന്നെങ്കിൽ ഞങ്ങൾ അൽ ഇഖ്ലാസുൽ കാമിൽ സമ്പൂർണമായ ഇഖ്ലാസ്. ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ജല്ല സാഹിബ് യാസീൻ. യാസീനിൽ 1ാമത്തെ പേജ് കഴിഞ്ഞിട്ട് 2ാമത്തെ പേജ് എത്തുമ്പോ വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയതി ഇദ് ജാഅൽ മുർസലൂൻ ഒരു പേജിൽ ഒരു മഹാന്റെ വകയിൽ പരാമർശിച്ചുകൊണ്ടുള്ളൂ. അയാളുടെ പേരാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. അയാൾ 1000കണക്ക് വർഷത്തിന് മുന്നിൽ അമ്പിയാക്കന്മാരെ കൊല്ലുക ആൾമാർ വന്നപ്പ ഓടി വന്നിട്ട് ഇഖ്ലാസോടെ ദീനുക വേനായിട്ട് പ്രവർത്തിച്ചിട്ട് നിങ്ങൾ കൊല്ലണ്ട എന്നീ കൊണ്ടാറും കേൾത്ത്. അങ്ങനത്തെ ഒരാൾ ഇഖ്ലാസോടെ അള്ളാഹു പണിയെടുത്തത് കൊണ്ട് അയാൾ മരിച്ച ഉടനെ ഖുർആൻ ചൊല്ലു ഖീല ദഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. മരിച്ച ഉടനെ അയാൾക്ക് കിട്ടിയ പല കേന്ദ്രങ്ങളുണ്ട്. ഉദ്ഖുലിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പോകും. ആ സ്വർഗം ഇനി ഭരണത്തരെ. അപ്പൊ ഏത് സ്വർഗം ഇത്? ഖബറേ സ്വർഗം. റൗളത്തും മിൻ റിയാദിൽ ജന്ന. മരിച്ച സ്പോട്ടിൽ അയാൾക്ക് ഖബറാണ് സ്വർഗം. ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം. സൂറത്തുൽ വാഖിഅത്തിൽ നിന്ന് മുതൽ മുഖറബീങ്ങളായ ആൾമാരൊക്കെ പഠിച്ചുകൊണ്ട് മുട്ടത്തെ ആളൊക്കെ മരിക്കുകയെ പുരുഷത്ത് അപ്പ സ്വർഗാണ്. ഇങ്ങനെ അനുഭവിക്കോ സുഖമാക്കിയിട്ട് സ്റ്റാർട്ടിൽ ഞങ്ങളെ കണ്ണെതിരിലൂടെ മയ്യത്ത് ജനാസ മേലിക്കൂ. എന്നാലും അയാൾ സ്വർഗീയ സുഖം അയാളെ ആത്മാവ് അനുഭവിക്കരുത്. ഖബർ വെക്കലോടുകൂടെ റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഖബർ അങ്ങ് സ്വർഗത്തെ തോട്ടായി മാറിക്കൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ യാസീൻ സൂറത്തിലെ 2ാമത്തെ പേജ് ഓതുമ്പോ എപ്പോഴും മനസ്സിലാക്കട്ടെ, അയാൾക്ക് കിട്ടിയ ഒരു സ്ഥാനമാനങ്ങൾ എത്രയാണ്. അയാളെ കാലത്ത് എന്തെങ്കിലും സോഷ്യൽ മീഡിയ ഉണ്ടാ, എന്തെങ്കിലും ഉണ്ടാ. അയാൾ ഏതോ ഹള്ളിൽ എവിടമോ ആക്കിയെത്തൊരു സൽക്കർമ്മത്തെ ലോകത്ത് എത്തുവാട്ട് ഒരു മീഡിയ അണ്ടില്ല, ഒരു മാധ്യമം അണ്ടില്ല. പക്ഷേ പഠിച്ചോനെ അത് ഏറ്റെടുത്തിട്ട് ഖുർആനിൽ കൊമ്പെന്ന് വെച്ച ഖുർആനോ അന്ത്യനാൾ വരെ ഓതപ്പെടുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. വെറും ഖുർആന്റെ ഏതോ സൂറത്തിലല്ല കൊമ്പോയി വെച്ച് ഖൽബുൽ ഖുർആൻ, ഖുർആന്റെ ഹാർട്ടായ യാസീന്റെ നടുൽ കൊമ്പോയിട്ട് അള്ളാഹു വെച്ചാണ്ടായെങ്കിൽ ഖുർആൻ ബാക്കി സൂറത്ത് മനുഷ്യന്മാർ ഓതില്ലെങ്കിലും ഒരു നാളിൽ യാസീൻ എത്ര കോടി ആൾമാർ ഓതുവാറ്. ഞങ്ങളെ റായത്ത് ഞങ്ങൾ എത്ര വട്ടം ഓതറ യാസീൻ സൂറത്ത് എങ്കിൽ സൂറത്ത് യാസീൻ തുടങ്ങിയിട്ട് ഇപ്പുറത്തെ പേജ് മരിക്കുമ്പോ ഞങ്ങൾക്ക് നിലപ്പാവുന്നു സയ്യിദുനാ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു അന്ത്യനാൾ വരെ അള്ളാഹു ഇങ്ങനെ ഡയറക്റ്റ് തിന്നോട്ടേക്ക് അയാളെ ಬಗ್ಗೆ തിന്നോട്ടേക്ക് എത്ര വലിയ സ്ഥാനം. എന്തുകൊണ്ടും ചെന്നെങ്കിൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് അള്ളാഹുവിനായിട്ട് മാത്രം പണിയെടുത്തിട്ട് ഇത് ഏത് അമലാക്കുമ്പോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ മരിച്ചൽ പിന്നെ ആൾമാർ ചൊല്ലട്ടു ബേജാറെന്തും ഇല്ല, തൊന്തര എന്തും ഇല്ല, കൊസിയാണത്. ആൾമാർക്ക് കൊണ്ടാവണം ചൊല്ല പണി ഞാൻ എടുക്കണ്ട ഒരിക്കലും എടുക്കണ്ട. എന്തുകൊണ്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലങ്ങൾ ഉടനെ പൊളിഞ്ഞു കൊണ്ടു. അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുയുടെ മഹത്വമാണ് ചൊന്നെ. മരിച്ചൽ പിന്നെയാണ് കൊണ്ടവിടെ ഈ ഗായങ്ങൾ എന്തുകൊണ്ടുണ്ടായിട്ടും ചൊന്നെങ്കിൽ ഇത് ജാവു ഇത്രയും ഔത്ത് പുറത്തു പോയിട്ട് സ്വന്തം ഫുഡ് പുറത്തു പോയിട്ട് അങ്ങനെ വെച്ചിട്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് പിന്നെ കൊണ്ടവിടെ അയാളെ കാലത്ത് കൊത്തില്ല. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായാൽ പിന്നെയാണ് ആൾമാരുടെ രാത്രി സമയത്ത് എത്ര വലിയ ഖലീഫ, ആ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു ഔത്ത് ഇങ്ങനെ പോവും, മദീനത്തിൽ ഇങ്ങനെ ചുറ്റു. ആർക്കെങ്കിലും ആവശ്യമുണ്ടോ കൊണ്ടെങ്കിൽ നന്നൊട്ടി കൊണ്ടു ഗോഡൗൺ കൊണ്ടു. അതുകൊണ്ട് നേരെ സ്വന്തം കുഞ്ചിൽ പുറത്തു പോയിട്ട് ഞങ്ങൾ ഔത്ത് വെച്ച് വന്നുകൊണ്ടിട്ട് അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതെല്ലാം ഞങ്ങൾ പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആധുനിക കാലത്ത് ഞങ്ങൾ അതെല്ലാം മറന്നുക. ഈ ചൊന്നത് പലപ്പോഴും ഞങ്ങളെ മുട്ടത്തെ ഫ്ലോപ്പായി പോയോണ്ടുള്ളൂ. ഒരു 10,000 രൂപ കിറ്റ് ഞങ്ങൾ കൊടുക്കണ്ടായെങ്കിൽ
ഒരു ലക്ഷത്തെ പണിയെടുക്കട, ഒരു ലക്ഷത്തെ പ്രോഗ്രാം ആക്കട, അത്രയും പൈസ പോയിട്ട് ഒരു കിറ്റ് ഞാൻ കൊടുക്കൂടാൻ വേരിക്കാം. അവിടെ ഞാൻ ഫോട്ടോ എടുത്തില്ലാൻ വേരിക്കാം. എന്താവും? ഫോട്ടോ എടുത്തില്ലെങ്കിൽ കിട്ട് കൊണ്ടുപോയി തിന്നിരം കെട്ടാൾമാർക്ക് ടേസ്റ്റ് കിട്ടാലേ ടേസ്റ്റ് കിട്ടും, തൊന്നരൊന്നും ഇല്ല. പക്ഷേ ഫോട്ടോ എടുക്കണു. ഞാനിത് ചൊല്ലുമ്പോ എല്ലാ സംഘ സംസ്ഥയുടെ എല്ലാ ആൾമാരും കുറെ മുന്നിൽ ഞാൻ ചെന്നപ്പോ ഫോണാക്കി മെസ്സേജ് ആക്കിടാം. അതെന്താ അങ്ങനെ ആക്കൂ തീരെ, പിന്നെ അത് ഞങ്ങൾ അങ്ങനെ ആക്കിയിട്ടാകുമ്പോ കുറെ ആൾമാർക്ക് ഇഷ്ടം പ്രോത്സാഹം, അത് ഇതെല്ലാം അതിക്ക് ഞാൻ ആൻസർ ചൊല്ലുന്നതാണ്. എന്തില്ല, അത് അങ്ങനെ നീയത്ത് പോലെയാണ്. പക്ഷേ മനസ്സിലാക്കുമ്പോൾ അതിലൊന്നും വലിയ റാഹത്തില്ല. എന്തുകൊണ്ടും ചൊന്നെങ്കിൽ ഞാൻ ആക്കിയ അമൽ അങ്ങനെ നേരെ നക്കും എൻ്റെ പഠിച്ചോന്ന് കൊണ്ടാവുമ്പോ അവിടെ ഏറ്റവും വലിയ മഹത്വങ്ങൾ അതൊക്കെ കിട്ടുകൊണ്ടു. ഈ വാട്സാപ്പിൽ ഞാൻ ഒരു അമലാക്കണമെങ്കിൽ ഒരു തിങ്കൾ മുന്നിൽ വാട്സാപ്പിൽ സുഖമായിട്ട് അയക്കാറ് ഇങ്ങനെ കൊടുക്കും കിട്ടും. അങ്ങനെ ഒരു തിങ്കൾ കഴിഞ്ഞിട്ടും വാട്സാപ്പിൽ സോഷ്യൽ മീഡിയത്തിൽ ഓടിയോണ്ടേ ഉണ്ട് എല്ലാ നാളിലും. ഇതെടുത്ത് നോക്കുമ്പോൾ 10,000 രൂപയുടെ കിറ്റ് കൊടുത്താ, 15,000 രൂപയുടെ കിറ്റ് കൊടുത്താ, 50,000 രൂപയുടെ പ്രോഗ്രാം ഇപ്പുറത്ത് പേരാക്കില്ല, 10,000 രൂപയുടെ കിറ്റ് കൊടുക്കൂ, ഓരോ 1000 രൂപയുടെ കിറ്റ് കൊടുത്തു. അതിലൊരു റാഹത്ത് കേടുണ്ടോ? എൻ്റെ മദ്ഹബാണ് ഞാൻ ഇപ്പൊ ചൊന്നേ സംഗതി. അതാണ് സത്യം. 90-95% പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള പെർഫെക്ഷൻ ആവണുണ്ടായെങ്കിൽ അത് അള്ളാഹു മാത്രം കൊണ്ടാവട്ടെ, പഠിച്ചോന്ന് കൊണ്ടാവട്ടെ കൊടുക്കല്ലേ. ആ വഴിയില്ലാണ്ടും ഞങ്ങൾക്ക് ഞങ്ങളെ സഹായം എത്തുവാട്ടുള്ള വഴിയുണ്ടോ? അതാണ് ഞാൻ മനസ്സിലാക്കണേ. സ്വഹാബത്തിന്റെ ಬಗ್ಗೆ അധ്യയനാക്കുമ്പോ സ്വഹാബത്ത് എങ്ങനെയാണ് സ്വതക്ക കൊടുത്തോണ്ടിരുന്ന കൊണ്ടുള്ള ചിലപ്പോ മദീനത്തെ പള്ളിക്ക് വരുവാർ, അവിടെ ആരെങ്കിലും കിടന്നിട്ടിന്നാരെങ്കിൽ ഇങ്ങക്ക് സ്വതക്ക എത്തുവാട്ടൊന്നുകൊണ്ടുള്ളൂ. മെല്ലെ കിടന്ന ആൾമാരെ മുട്ട ഇങ്ങളെ സ്വതക്ക വെച്ചിട്ട് പോണ്ട്, പൈസമാ അല്ല കിട്ട എന്തുണ്ടോ അവിടെ വെച്ചിട്ട് പോണ്ട്. എന്ത് കൊടുത്ത് നന്റെ വരെ ഇയാൾ കൊന്തവണ്ടാണ്. ചിലപ്പോ ഞങ്ങൾ അത്രയും ചൊല്ലുമല്ല, അയാൾ കൊന്തവട്ടെ, അയാൾ നമുക്ക് ദ്വാരക്കട്ട്, അയാളെ ഒട്ടത്തെ ദ്വായിൽ ഞാൻ ആശിക്കണ്ട. അത് ഭയങ്കരമായിട്ട് 100 അയാൾ എന്തെങ്കിലും നക്ക് ദ്വാരക്കോളൂ. നന്റെ റബ്ബുകത് കൊന്തയിട്ടല്ലേ, പിന്നെ നന്റെ റബ്ബുകത് കൊന്താവുമ്പോ അത് ഭയങ്കര പരിപൂർണ്ണമായിട്ടല്ലേ. സ്വഹാബത്ത് പോയി വെച്ചുകൊണ്ടിരുന്നാറുണ്ട. അപ്പൊ എനിക്ക് നോക്കുമ്പോ 100 ദീനാർ പൈസ, 100 ദിർഹം പൈസ, അതിന്റെ വാടിക്കയാണ് ഞങ്ങളത്. അത് നക്കി വെച്ചില്ല എന്റെ കൂട്ട അങ്ങനത്തെ കൊണ്ടാറ്. എത്രമോ പാവപ്പെട്ട ആൾമാർക്ക് അതിലൂടെ ഏറ്റവും വലിയ ലാഭം തിന്ത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീൽ ഒരു സംഭവം ചൊല്ലു. ഒരു തർക്കയിത്ത് എന്തിനു കൊണ്ടുള്ള ഒരാള് യസീദ് ചൊല്ല ആള് ബാപ്പ റളിയല്ലാഹു അൻഹു, അയാള് മദീനത്തെ പള്ളിയിൽ പോയിട്ട് കുറച്ച് ദീനാർ പൈസ ഉണ്ട്. ആ പൈസ പോയിട്ട് ഒരു കിടന്ന ആളെ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ട് അത് ആരും നോക്കില്ല, അയാൾ നോക്കൂടെ അകത്തിയില്ല. പാവപ്പെട്ട ഏതോ ആവശ്യക്കാരൻ പള്ളിയിലല്ല ഇക്കിടാറല്ല, അങ്ക് നന്റെ പൈസ എന്നിട്ട് വെച്ചിട്ട് അയാൾ ഔത്ത് വന്നിട്ട് നോക്കുമ്പോ മോൻ വന്നോണ്ടുള്ളൂ. ഇയാളെ മൈൻ ചൊല്ല മോൻ വന്നോണ്ടുള്ളൂ. മോൻ വന്നിട്ട് ചൊല്ലു, നക്കിന്ന് പള്ളിയിൽ പൈസ ഇത്ര പൈസ കിട്ടിയിട്ട് അപ്പ തർക്കായിട്ട് രണ്ടാൾ 3 കൊടുത്തായിട്ട്. അപ്പൊ അത് മിക്ക വെച്ചിരല്ലാണ്. ഇനി മോണും കണ്ടേ വെക്കല നോക്കൂറല്ല. ഈ കിടന്നത് മോണുകൊണ്ട് അൽച്ചനാക്കിയിട്ടില്ല, ഇതേതോ ഫക്കീറാണ് ഇവിടെ കിടന്നതിന് ചൊന്നിട്ടു അഞ്ഞ പൈസ വെച്ചിട്ട് ഇയാൾ പോയിരോ. പക്ഷെ ഈ കിടന്നത് മോനാണ്. മോൻ വിചാരിച്ചിട്ട് നക്ക് വേറെ ആരോ പൈസ തന്നിട്ട് അയാൾ കീസലിട്ടോ പോയിട്ട് നോക്കും ഔത്തും ഗലാട്ടമേ ഗലാട്ട അബ്ബ മോണു അബ്ബ ചൊല്ല നിൽക്കുന്ന തന്നരല്ല. മോൻ ചെന്നരെ നന്റെ മുട്ട ഇത് നക്കത് കിട്ടിയിട്ട് നായനടുത്ത വന്നേ പ്രശ്ന സമസ്യയോട് സമസ്യ. ലാസ്റ്റ് എന്താക്കടോ പോയാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പരിഹാരത്ത് പോയാറ്. ഇങ്ങനെ ആയിട്ട് ഞാൻ ഒരു ഫക്കീറിന് ചൊന്നു വെച്ചത് അത് നന്റെ മോൻ പുറത്ത വന്നിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ഇത്യാർത്ഥാക്കി അങ്ങനെ വന്നിട്ടുണ്ട ചൊന്തു. ഇനി ഗലാട്ടായ പ്രശ്നം എന്താക്ക പോകണ്ട. ലക്കമാ നവൈത്ത വലക്കമാ അഹത്ത, നിങ്ങ നിയത്ത് വെച്ചത് നിങ്ങൾക്ക് കിട്ടിയിട്ടയച്ചു, നിങ്ങ പിടിച്ചത് നിങ്ങക്കല്ലേ. ഇനി ഇത് അയാൾ കൊടുക്കുമെന്നും പോകണ്ട, നിങ്ങൾക്ക് കിട്ടിയിട്ടല്ലേ. ഒരു ഫക്കീറിന് ചൊന്നിട്ട് സ്വതക്ക തന്നിട്ടല്ലേ പോയില്ലേ. അതുകൊണ്ട് ലക്കമാ അഹത്ത, നിങ്ങ പിടിച്ചത് നിങ്ങൾക്ക്. മോൾക്ക് സ്വതക്ക കൊടുക്കുക തീരുവ ചൊല്ലിന്റെ അധ്യായത്തിലാണ് ഇത് വിശദീകരിക്കരുത്. നിങ്ങ എടുത്തത് നിങ്ങൾക്ക്, നിങ്ങ നിയത്ത് വെച്ചത് അത് നിങ്ങൾക്കും കിട്ടിയിട്ടയത്ത്. അതുകൊണ്ട് ആ സമസ്യയോടെ പരിഹാരമായി. പക്ഷെ ഞാൻ അതല്ല ചൊന്നത്. ഈ സ്വഹാബത്തിൽ ഒരു ഇഖ്ലാസ് നോക്കുള്ളൂ. ആ സ്വഹാബത്തുൽ ഇഖ്ലാസ് എന്നുള്ള അധ്യായത്തിൽ ഇമാമിങ്ങൾ ധാരാളം സംഭവങ്ങൾ ചൊല്ലാറ്. അതിൽപ്പെട്ട ഒന്നാണിത്. സ്വഹാബിമാർ അങ്ങ് സ്വതക്ക കൊടുക്കുമ്പോ നന്റെ മുട്ടത്തെ എടുക്കുന്ന ആൾക്ക് വരെ ഇത് അറിയണ്ടാന്ന് ചൊല്ല നീയത്ത് അങ്കിട്ടുണ്ടായെങ്കിൽ അതെല്ലാം ലില്ലാഹി അസ്സ വജൽ ആർക്ക് മടങ്ങിടും തോന്നി അള്ളാഹുവിനായിട്ട് മാത്രം ഭയങ്കര. ഇതിനെ ഞങ്ങൾ ഓരോന്ന് അധ്യയനാക്കി പോകുമ്പോ ആധുനിക ലോകത്ത് ഞങ്ങൾ കാണുന്ന അവസ്ഥകളെല്ലാം നേരെ വിപരീതാണ്, ഉൾട്ടാണ്. അയക്കാൻ ഞാൻ ചൊല്ലുന്നത് ഇത് ചെല്ലുമ്പോ ക്വസ്റ്റ്യൻ ബറു ഞങ്ങൾ ಅದಕ್ಕೆ ന്യായം ചൊല്ലുക, അങ്ങനെ ഇങ്ങനെ എല്ലാം ചൊല്ലുക. എന്തിനേ ന്യായങ്ങൾ ചൊന്നെങ്കിൽ അത് ഞങ്ങളൊരു സമാധാനത്തിന് വേനായിട്ട് മാത്രമാണ്. പക്ഷേ ഈ ചൊന്ന വിഷയങ്ങൾ ഞങ്ങൾ പഠിക്കുമ്പോ ഇതിന്റെ പെർഫെക്ഷൻ പൊറുടിയാവുള്ളൂ. അതുകൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ട്. കുറെ രഹസ്യമായ അമലുകൾ എടുക്കുക അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ട്. ഞാനിങ്ങനെ പറയുമ്പോ എവിടമാ വിഷയം കെട്ടിയിട്ട് ഒരു ഫാമിലി കൊണ്ട് വെറും പാവാണ്, തിന്നുകെന്തുമില്ല കുടിക്കുകെന്തുമില്ല, ഇങ്ങനത്തെ എല്ലാം വിഷയം കെട്ടിയിട്ടുണ്ടായെങ്കിൽ
അറിയാണ്ട് എന്താക്കാം അനക്ക് എന്തെങ്കിലും ഒന്ന് എത്തുവാട്ടുള്ള പണി നോക്കാം. ഇനി അങ്ങോട്ട് റൗണ്ട് കാര്യം ഗൊന്താവണ്ടേന്ന് ചൊല്ലുക. അങ്ങോട്ട് റൗണ്ട് ഗൊന്താവുമ്പോ ഗൊന്താവാത്ത പോലെ ആക്കുമാവോടും ഒരു 10,000 രൂപ കിട്ട് നാം കൊടുക്കാൻ വിചാരിക്കാം. അങ്ങോട്ടൊരു സാധനങ്ങൾ എടുക്കണ്ടേ. അപ്പൊ ചൊല്ല ഇന്നാൽ ഇന്നൊരു ഫാമിലി എന്തെങ്കിലും കൊടുക്കണു. ഈ 10,000 രൂപ ഇത് ഒരാളെ പൈസ, എന്റെ പൈസ ചെല്ലണ്ട, ഇതൊരു മുതലാളി തന്ന പൈസ. വലിയ മുതലാളിയല്ല അള്ളാഹുരാട്ടി വലിയ മുതലാളിയുള്ള ആ മുതലാളി തന്ന പൈസ, എൻ്റെ പൈസ അത്. അപ്പൊ നക്കവിടെ ഹിക്മത്ത് പ്രയോഗാക്കാവുള്ളൂ. ഇതൊരു മുതലാളിയുടെ പൈസ, അല്ലെങ്കിൽ ഇത് ഒരാളെ പൈസ, ആ ഒരാൾക്ക് ആശ കൊണ്ട് കിട്ടി കൊടുക്കണമെന്നു അങ്ങോട്ട് അവർക്ക് നനകൊത്തായില്ലേ കൊടുക്കുന്നത് നാണെന്ന് തോന്നുന്നു. അൽഹംദുലില്ലാ ഈ ഒരു അനുഭവത്തിൽ മരണം വരെ ചെയ്യിക്കുകയുള്ളൂ. രഹസ്യമായ അമലിനാണ് എന്താക്കിയ. ഇനി ഒരാൾക്ക് പള്ളി കെട്ടുവാട്ടണമെന്ന് വിചാരിക്കും. ഒരു ഉദാഹരണം, രഹസ്യമായിട്ട് എന്തോ അക്കൂ സാധ്യമാവും. പള്ളിക്ക് ഒരു 10 ലക്ഷം കൊടുക്കണു, അല്ലെങ്കിൽ പള്ളി കെട്ടുവാട്ടണു. പള്ളി ആര് കെട്ടുവാട്ടേ? മനുഷ്യരല്ലേ. സംഗതി പള്ളിയിൽ വന്ന് നിസ്കരിക്കരായത്താൽമാറാണ്. ദിക്ർ ചൊല്ലി നിസ്കരിക്കലല്ല മനുഷ്യന്മാർ. പക്ഷെ ഹദീസിലുള്ള അങ്ങനല്ല. മനുഷ്യന്മാർക്ക് വേനായിട്ട് പള്ളി കെട്ടിയതല്ല. മൻബന ലില്ലാഹി മസ്ജിദൻ, പള്ളി കെട്ടിയത് ആർക്ക് വേനായിട്ടാണ്? അള്ളാഹുടെ തൃപ്തി ഉദ്ദേശിച്ചിട്ടാണ്. എങ്കിൽ സ്വർഗത്തിൽ വലിയ ഭവനം അള്ളാഹു അയാൾക്ക് നിർമ്മാണാക്കി കൊടുക്കടാണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ല്. അപ്പൊ അങ്ങനെ അതൊരു മുതലാളിയുടെ പൈസ ആണ്. അയാൾക്ക് പള്ളി കെട്ടുവാട്ടം കൊണ്ടുള്ളൂ. യാ റബ്ബി, ഇത് ഒരു മുതലാളിയുടെ ബ്രോക്കർ എന്ന് വിചാരിക്കുക, വക്കീല. അവന്റെ എത്ര ആദരിക്കുന്നു? അവന്റെ പൈസ എന്തോ അല്ല, മുതലാളിയുടെ പൈസ പിന്നല്ലേ. മുതലാളിയുടെയും പള്ളിയുടെയും നടുവിലുള്ള എത്ര ഒരു ബ്രോക്കർ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവർ അറബിയിലെ ടച്ചാക്കി തന്നെ അവനോട് വിചാരിക്കുക. അവന് എത്ര സാലിടണു റബ്ബേ, അവനക്ക് എത്ര മെമ്മട്ടോ കൊടുക്കണു, അവന് എത്ര മേൽ വെക്കണു. തെല്ലും എത്തി ജോറാക്കിയ പിന്നെ ചേട്ടൻ നിങ്ങളും പൈസ കടത്തല്ലേ ടൈറ്റ് ആക്കട. പൈസ അവന് വന്നിട്ടുണ്ട്, അറബിയുടെ പൈസ റെഡി ഉണ്ട്. പക്ഷെ കമ്മിറ്റി അങ്ങനെ മറ്റൊന്നിറാറില്ല, തെൽ ജോറാക്കിടാറില്ല. അതുകൊണ്ട് രണ്ട് നിങ്ങൾ നിക്ക് പൈസ തന്നല്ലേ, നിക്ക് കൂലിയെ കിട്ടില്ലേ. മംബനാലില്ലാഹി മസ്ജിദൻ, ഓണ്ട് എത്രമോ പോതണു, ഓണിക്ക് എത്രമോ സാലിടണു, ഓണിക്ക് എത്രമോ ദ്വാർക്കണു. ദൈനംദിന ദ്വാർന്നുണ്ടേ വേണു. ഉസ്താദ് ബച്ചി പോയിട്ട് ദ്വാർന്ന് ഓണ്ട് മേൽ വെച്ചിട്ട് എന്താണ് കൊണമുള്ളേ? ഇതിനെ ബക്കിയാണ് മിസ്കീൻ ചൊല്ലേ. ഓൻ വിവരദോഷിയാണ്, വിവരമില്ലാത്ത ആളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാര്, എന്ത് നല്ലതെല്ലാം ഉടമേ തീന്നു പോയി. മണ്ണിടെ മേലെ അല്ല തീന്നു പോയിട്ട് മണ്ണിടെ അടിയിൽ വെച്ച് നോക്കുമ്പോ പള്ളിയില്ല, 10 ലക്ഷം ഇല്ല, 25 ഇല്ല, എന്തില്ല, എല്ലാം 0 ആയി പോയിരുന്നുള്ളത്. ഞാൻ ബുദ്ധി പറഞ്ഞ് എനിക്ക് താളല്ലേ. അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തിക്കുമാറാവട്ടെ. ഇത് സലാത്ര ബൈക്ക് ചെല്ലുമ്പോ ഇടയ്ക്ക് ഞാൻ ചില വിഷയങ്ങൾ ഓർമ്മ ആയതുകൊണ്ട് നെനപ്പാക്കിയത്. സംഗതി ഇത് എന്തുകൊണ്ടും ഗമന കൊടുക്കണ എനിക്കത്തെ മനസ്സിലാക്കണ എനിക്കത്തെ വിഷയമാണ്. അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ.